നമ്മളിപ്പോൾ ഗുജറാത്തിൽ നടന്ന ഒരു വലിയ വർഗീയ സംഘർഷത്തെക്കുറിച്ച് 2020 ഈ ഗുജറാത്ത് വംശീയ ഉന്മൂലനത്തെക്കുറിച്ച് ഒരു സിനിമ വന്നതിനെ ശേഷം ചർച്ച ചെയ്ത കാലമാണ്. അപ്പോൾ ഈ പറയുന്ന വർഗീയ കലാപങ്ങൾ മനുഷ്യർക്ക് എത്രമാത്രം വലിയ ദ്രോഹമാണ് ഉണ്ടാക്കുക, ഏത് ജാതിയും മതവും ആയിക്കോട്ടെ, ഏത് ദ്രോഹമാണ് ഉണ്ടാക്കുക, മനുഷ്യരാശിക്ക് തന്നെയും എന്തൊക്കെ ഒരു ആഘാതമാണ് ഏൽപ്പിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ഒന്നുകൂടെ ഓർത്തെടുത്തിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ മതമാണ് ഏറ്റവും പ്രധാനമെന്ന് കണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഇതര മതത്തിൽപ്പെട്ട ആളുകളെ വെട്ടിയും കുത്തിയും കൊല്ലുന്നതിനെ അതിശക്തമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട്. ആദ്യം അത് പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നു മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷേ ഇതടക്കം ഈ മുർഷിദാബാദിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ അടക്കം കേന്ദ്ര സർക്കാരും BJPയും വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് സ്വാഭാവികമായിട്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനൊരു വലിയ ഭേദഗതി കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരും ആലോചിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചേക്കാം എന്ന് അവർ കണക്കാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ ശുഭകരമായിട്ടല്ലാതെയാണെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് ഒന്ന്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ടെല്ലാം അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ലാത്ത എല്ലാവരും ഇപ്പുറത്തേക്ക് സംഘം ചേർന്ന് പ്രതിഷേധിക്കുന്നു. പ്രതിഷേധത്തോടൊപ്പം മുസ്ലിം മതസംഘടനകളുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലടക്കം പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവുകയാണ്. രാജ്യത്തെല്ലായിടത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് മാറി. ഇതുപോലെ മുർഷിദാബാദിൽ നമ്മൾ കണ്ടതുപോലുള്ള അക്രമ സംഭവങ്ങൾ കൂടെ അതോടൊപ്പം ഉണ്ടാകുന്നു. ഈ തരം സംഭവങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരും BJPയും നേരത്തെ കണ്ടിട്ടുണ്ടാകും. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്യന്തികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് നേട്ടമാണ് ഉണ്ടാകാറുള്ളത്. നമ്മളെപ്പോഴും ഒരു മുസ്ലിം നരേറ്റീവിനെ, ഒരു മുസ്ലിം വിഷയത്തെ അന്തരീക്ഷത്തിലേക്ക് ഇട്ടുകളഞ്ഞാൽ അതിനകത്ത് ഹിന്ദുത്വ പാർട്ടിക്ക് നേട്ടമുണ്ടാകുന്നതാണ് സമീപ കാലത്തെ ഒരു 10-12 വർഷമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം. അത് സംഭവിച്ചിരിക്കുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ വരവാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. ഞാനത് കുറച്ചുകൂടെ വൈകിട്ടാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുക എന്നാണ് ഞാൻ ഇത്തരം ഒരു പാറ്റേണിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് നിരീക്ഷിച്ചത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ രംഗത്തേക്ക് വരികയും ചില പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് സ്വത്ത് ദളിത് സമുദായ അംഗങ്ങളുടെയും ആദിവാസികളുടെയും സ്വത്ത് കൊള്ളയടിച്ചിട്ടാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന തട്ടിൽ വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനകൾ, അങ്ങനെ നേരിട്ടല്ല വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വഖഫ് സ്വത്ത് എന്ന് നമ്മൾ പറയുന്ന ഈ സ്വത്ത് വകകൾ എവിടെയാണ് ആദിവാസികളുടെയും ദളിതുകളുടെയും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും ഭൂമി കൈവശപ്പെടുത്തിയിട്ട്, അതും കള്ളത്തരത്തിലൂടെ കൈവശപ്പെടുത്തിയിട്ട് കൈവശം വെച്ചിരിക്കുന്നത് എന്നൊരു തെളിവ് പോലും ഇതുവരെ അന്തരീക്ഷത്തിലേക്ക് സർക്കാരോ BJPയോ മുന്നോട്ട് വെച്ചിട്ടേ ഇല്ല.